ഒരു ബിരിയാണി കഥ ആയാലോ? ഇത് വെറും ഒരു കഥയല്ല, ഒരു സൈഡ് ഡിഷ് ആയിട്ട് പോലും കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരു സാധനത്തിന് വെച്ചിട്ട് ഒരു മെയിൻ ഡിഷ് ഉണ്ടാക്കിയ കഥ അല്ല, ഒരു ബിരിയാണി ഉണ്ടാക്കിയ കഥ. പറഞ്ഞു തന്നത് സോയാ ചങ്ക്സിനെ കുറിച്ച് തന്നെ. സത്യം പറഞ്ഞാൽ ഇതിനോടുള്ള ഇഷ്ടം തുടങ്ങിയത് അങ്ങ് കോളേജിൽ വെച്ചിട്ട്. എനിക്കൊരു സോയ അഡിക്റ്റഡ് ബെസ്റ്റ് ഫ്രണ്ട്. ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം അവള് സോയാബീൻ കൊണ്ടുള്ള എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കി. അവളുടെ അമ്മ അത് ഉണ്ടാക്കി കൊടുത്തു. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു ഞാൻ, പിന്നെ അതിന്റെ ഒരു ഫാനായി. അങ്ങനെ അന്ന് തുടങ്ങിയ ഇഷ്ടം ഇന്നൊരു ബിരിയാണിയിൽ വന്നു. ഈ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് കല്യാണങ്ങൾക്കൊക്കെ തലേന്നൊക്കെ പോകുമ്പോഴത്തേക്ക് വെജ് ബിരിയാണി ആയിരിക്കും. അതിൽ കിടക്കുന്ന സോയയൊക്കെ പിറക്കിയെടുത്ത് കളയുന്ന ഒരു കാലം എനിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ സോയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട്. ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി സീരീസിലെ നെക്സ്റ്റ് ബിരിയാണി ആയിട്ട് ഉടനെ എത്തും. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.